ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, അല്ലെങ്കിൽ അതെങ്ങനെ സർവൈവ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ്. എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. പല ആളുകളും എന്നെ വിളിച്ചു പറയുന്ന ഒരു കാര്യമാണ്, സർ ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാണ്, എൻ്റെ ഭർത്താവ് വിദേശത്താണ്, ഞാൻ നാട്ടിലാണ്. അപ്പോൾ ഈ ഭർത്താവുമായിട്ട് നല്ല ഒരു റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. ആ ഒരു റിലേഷൻഷിപ്പ് കട്ടാവാതെ എന്നും ആ ഒരു ഇൻറ്റിമസി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ഒരു ബോണ്ടിങ്ങോട് കൂടി മുന്നോട്ട് പോകാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്നത് പുരുഷനാണെങ്കിലും സ്ത്രീ ആണെങ്കിലും രണ്ടു കൂട്ടർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലാവുന്ന സമയത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ കോൾ ചെയ്യുകയാണെങ്കിൽ കോൾ അറ്റൻഡ് ചെയ്യുക എന്ന് പറയുന്ന ഒരു കാര്യം രണ്ടുപേരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിക്കപ്പ് ദ കോൾസ് ഒരിക്കലും അവോയ്ഡ് ചെയ്യാതിരിക്കുക, എസ്പെഷ്യലി ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത്. ഇനിയിപ്പോൾ ജോലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തിരക്കുകളോ ഉണ്ടെങ്കിൽ അത് മുൻകൂട്ടി പറയുകയാണെങ്കിൽ, ഇന്ന സമയത്തെ ഞാൻ ഫ്രീ ആവത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ആ സമയത്തായിരിക്കും വിളിക്കുക. ആ സമയത്ത് വിളിക്കുന്ന സമയത്തും നമ്മൾ കോൾസ് ഒന്നും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അവോയ്ഡ് ചെയ്യാതിരിക്കുക. അപ്പോൾ പിക്കപ്പ് ദ ഫോൺ എന്നുള്ളതാണ് ആദ്യത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇനി രണ്ടാമതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, മോർണിംഗിലും നൈറ്റിലും ഫോണിലൂടെ സംസാരിക്കുക എന്നുള്ളതാണ്. നമ്മൾ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കുന്ന സമയത്ത് എപ്പോഴും കൂടുതലും ആ ഒരു ഫീലിംഗ് അലോൺ എന്നുള്ള തോന്നൽ ഉണ്ടാവുക രാവിലെ എണീക്കുന്ന സമയത്തും അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങാൻ പോകുന്ന സമയത്തുമായിരിക്കും. അപ്പോൾ ഈ രണ്ട് സമയങ്ങളിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഫോണിലൂടെ ഒരു കോൺവെർസേഷൻ നടത്തുകയാണെങ്കിൽ അത് ഒരുപാട് സമയം വേണമെന്നൊന്നുമില്ല. ഒരു 5 മിനിറ്റെങ്കിലും രാവിലെയും അതുപോലെ തന്നെ രാത്രി കിടന്നുറങ്ങുന്നതിന് തൊട്ട് മുൻപും സംസാരിക്കുകയാണെങ്കിൽ ഈ ഫീലിംഗ് അലോൺ എന്നുള്ള ആ ഒരു തോന്നലിന് കുറച്ച് കുറവുണ്ടായിരിക്കും. മാത്രമല്ല, ഞാൻ സ്നേഹിക്കുന്ന പാർട്ട്ണർ എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ഒരു ഫീൽ അവർക്കുണ്ടാവാനും അത് കൂടുതൽ സാധ്യതയൊരുക്കും എന്നുള്ളതാണ്. അപ്പോൾ മോർണിംഗിലും നൈറ്റിലും സംസാരിക്കുക എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അത് ശ്രദ്ധിക്കുക. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇന്ന് നമ്മുടെ ടെക്നോളജി ഒരുപാട് വളർന്നിട്ടുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ നമുക്ക് പേഴ്സണലി അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടുകൊണ്ട് സംസാരിക്കാവുന്നതാണ്. അപ്പോൾ റെഗുലറായിട്ട് അഥവാ എല്ലാ ദിവസവും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന ഒരു സാഹചര്യം ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, ഉദാഹരണം പറയുകയാണെങ്കിൽ ഏതെങ്കിലും ആപ്പുകളിലൂടെ ഒക്കെ നമുക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോൾ ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും എന്നുള്ളതാണ്. ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കുന്ന വ്യക്തികൾ ഇതാരാണ് കേൾക്കുന്നതെങ്കിൽ അവർ കൂടുതൽ ഇതിനു വേണ്ടിയിട്ട് മുൻകൈ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇനി നാലാമത്തെ പോയിന്റിലോട്ട് പോകുന്നതിന് തൊട്ട് മുൻപായിട്ട്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, നിങ്ങൾ എന്തെങ്കിലും പ്രയാസങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസിലായിരിക്കുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നെക്സ്റ്റ് മീറ്റ് ചെയ്യുന്ന സമയത്ത് അതൊരു പക്ഷേ 3 മാസത്തിന് ശേഷമായിരിക്കാം, ചിലപ്പോൾ 6 മാസത്തിന് ശേഷമായിരിക്കാം, ചിലപ്പോൾ 1 വർഷത്തിന് ശേഷമായിരിക്കാം. നിങ്ങളുടെ സംസാരത്തിനിടയ്ക്ക് നിങ്ങൾ എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്യുക. അടുത്ത നമ്മുടെ മീറ്റിങ്ങിൽ നമ്മൾ എങ്ങോട്ടാണ് ട്രിപ്പ് പോകുന്നത് എന്നൊക്കെ ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യുക. അപ്പോൾ ആ ഒരു ട്രിപ്പിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയായിരിക്കും ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി. അപ്പോൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സമയത്ത് ഒരു നെക്സ്റ്റ് മീറ്റിൽ നമ്മൾ വെക്കേഷൻ എവിടെ ആഘോഷിക്കും എന്നുള്ളതിനെ പറ്റിയിട്ട് ഒന്ന് പ്ലാൻ ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഈ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കുന്ന വ്യക്തികൾ രണ്ടുപേരും 2 സ്ഥലത്താണല്ലോ. പിന്നീട് നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് ആഫ്റ്റർ 3 മന്തോ അല്ലെങ്കിൽ ആഫ്റ്റർ 6 മന്തോ നിങ്ങൾ മീറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് മീറ്റ് ചെയ്യാതെ
നിങ്ങൾ മറ്റൊരു സ്ഥലത്ത് നിന്നും മീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിന് കൂടുതൽ പുതുമയുണ്ടായിരിക്കും എന്നുള്ളതാണ്. രണ്ടുപേരും വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കും. ഇപ്പോൾ നീ ഇന്ന സ്ഥലത്തേക്ക് വാ, നമുക്ക് അവിടെ വെച്ച് കാണാം എന്ന് പറയുകയാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയും അങ്ങനെ പറയുകയാണ്. രണ്ടുപേരും വ്യത്യസ്തമായിട്ടുള്ള മറ്റൊരു സ്ഥലത്ത് നിന്നാണ് കാണുന്നതെങ്കിൽ ആ ഒരു കൂടിക്കാഴ്ചയ്ക്ക് വളരെയധികം എക്സൈറ്റ്മെന്റ് ഉണ്ടാവും എന്നുള്ളതാണ്. അത് മുൻകൂട്ടി പ്ലാൻ ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് രണ്ടുപേരുടെയും ആ ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളത് ചെക്ക് ചെയ്യുക എന്നുള്ളത്. ഇതിന് രണ്ടുപേരും ഒരു മുൻഗണന എടുക്കണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. കെയർ ചെയ്യുന്ന രീതിയിലുള്ള ടോക്കുകൾ നിങ്ങൾക്ക് ആരംഭിക്കാവുന്നതാണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, ഹൗ ക്യാൻ ഐ സപ്പോർട്ട് യു, ഞാൻ നിന്നെ എങ്ങനെയാണ് സപ്പോർട്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ ഈ നിമിഷം ഇപ്പോൾ നീ എന്നിൽ നിന്നും എന്താണ് പ്രതീക്ഷിക്കുന്നത്, എന്താണ് നിനക്ക് വേണ്ടത്, അതുപോലെ തന്നെ അടുത്തൊരു പ്രധാനപ്പെട്ട ചോദ്യം, നിനക്കിപ്പോൾ എങ്ങനെയുണ്ട്, ഇപ്പോൾ എന്തെങ്കിലും സിക്കോ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. അപ്പോൾ നമ്മൾ അടുത്തില്ലെങ്കിലും അവരെ കെയർ ചെയ്യുന്നുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ അവർക്കുണ്ടായിരിക്കണം. ആ ഒരു കെയറും സ്നേഹവും ഒക്കെ അവർക്ക് തോന്നുകയാണെങ്കിൽ ആ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് വളരെ മനോഹരമായിട്ട് ഒരുപാട് കാലം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള സംസാരമൊക്കെ വളരെയധികം ഗുണം ചെയ്യുമെന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഷെഡ്യൂൾ എമർജൻസി വിസിറ്റ്സ് എന്നുള്ളതാണ്. ഇപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും കാണണമെന്ന് തോന്നുകയാണ്, അതല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരികയാണ്, അല്ലെങ്കിൽ കുടുംബത്തിൽ ആരെങ്കിലും ഒക്കെ മരണപ്പെടുകയാണ്, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുന്ന സമയത്ത് എമർജൻസി വിസിറ്റ്സ് എന്ത് ചെയ്യുക, ഷെഡ്യൂൾ ചെയ്യുക. പെട്ടെന്ന് തന്നെ ലീവ് ചോദിച്ച് നാട്ടിൽ വരിക, അവരെ കെയർ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു തോന്നലൊക്കെ അവർക്ക് വരണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളും മറ്റുമൊക്കെ ചെയ്യുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ അതുപോലെ തന്നെ ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന സമയത്ത് അവർക്ക് സർപ്രൈസ് ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഗിഫ്റ്റുകൾ അയച്ചു കൊടുക്കുക. അത് ഇന്ന ദിവസം എന്നുള്ളതൊന്നുമല്ല. ഇപ്പോൾ ഒരു വാലന്റൈൻസ് ഡേ ആണ്, അല്ലെങ്കിൽ ഒരു വെഡിങ് ആനിവേഴ്സറി ആണ്, അതല്ലെങ്കിൽ ബർത്ത്ഡേ ആണ്, ഇങ്ങനത്തെ ദിവസങ്ങളിലൊക്കെ അവരെന്തെങ്കിലുമൊക്കെ ജസ്റ്റ് പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും. പക്ഷേ അതല്ലാത്ത ദിവസങ്ങളിൽ എന്തെങ്കിലുമൊക്കെ സർപ്രൈസ് ആയിട്ട് ഗിഫ്റ്റുകൾ കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ പുറത്തൊക്കെ ആണെങ്കിൽ നാട്ടിലോട്ട് അയച്ചു കൊടുക്കുകയാണെങ്കിൽ അത് അവർക്ക് വളരെയധികം സർപ്രൈസും എക്സൈറ്റ്മെന്റും ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അതുപോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം പറയാനുള്ളത് ഡോണ്ട് ബി അഫ്രൈഡ് ടു സെക്സ്റ്റ് എന്നുള്ളതാണ്. അഥവാ ഇവിടെ ഉദ്ദേശിക്കുന്നത് സെക്ച്വൽ ചാറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അഥവാ പാർട്ണർ അടുത്തില്ലെങ്കിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളുടെ വികാരങ്ങളും നിങ്ങളുടെ ഇമോഷൻസും എല്ലാം ടെക്സ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ വോയിസ് നോട്ടായിട്ടോ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സെൻഡ് ചെയ്യാവുന്നതാണ്. അതിന് ഭയപ്പെടേണ്ട യാതൊരു ആവശ്യവും ഇല്ല എന്നുള്ളതാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി എന്ത് വിചാരിക്കുമെന്നോ അല്ലെങ്കിൽ ഇത് വേറെ ആരെങ്കിലും എടുത്ത് മിസ്യൂസ് ചെയ്യുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ടെൻസ്ഡ് ആവേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് ടെക്സ്റ്റ് ആയിട്ടോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വോയിസ് നോട്ടായിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും സെക്ച്വൽ ചാറ്റ് ചെയ്യാവുന്നതാണ്. അത് തീർച്ചയായിട്ടും ആ ഒരു ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന വ്യക്തിക്ക് വളരെയധികം എൻജോയ് ചെയ്യാനും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ടോക്കുകളൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പ് കൂടുതൽ ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ വളരെയധികം ഇൻറ്റിമസിയോട് കൂടിയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും ഒക്കെ വളരെയധികം സഹായകരമായി തീരും എന്ന് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇനി അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ഫോണിലാണെങ്കിലും ഇൻ്റർനെറ്റ് വഴി വേറെ ഏതെങ്കിലും ആപ്പുകൾ വഴി കണ്ട് സംസാരിക്കുകയാണെങ്കിലും ഒക്കെ ഫേസ് ടു ഫേസ് കാണുന്ന സമയത്ത് കുറച്ച് കൂടുതൽ റൊമാൻറ്റിക് ആവാൻ വേണ്ടി ശ്രമിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൊഞ്ചി സംസാരിക്കുകയോ അല്ലെങ്കിൽ കുറച്ച് റൊമാൻറ്റിക് ആവുകയോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫീല് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്പ്രസ് ചെയ്യാനും അതവർക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് ഫീൽ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ്. സോ എക്സ്പ്രസ് യുവർ ലവ്. അതുപോലെ തന്നെ കൂടുതൽ റൊമാൻറ്റിക് ആവാൻ വേണ്ടി ശ്രമിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വീഡിയോ കോളിലായിരിക്കുന്ന സമയത്ത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്ക് പ്രയോറിറ്റി കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരാൾ ഒരു സമയത്ത് ഫ്രീ അല്ലെങ്കിൽ ആ വ്യക്തി ഫ്രീ ആവുന്ന സമയത്ത് വിളിക്കുക. അങ്ങനെയുള്ള പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിലായിരിക്കുക എന്ന് പറയുമ്പോൾ തന്നെ ഒന്നുകിൽ പഠനത്തിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ വർക്കിൻ്റെ ഭാഗമായിട്ടോ ഒക്കെ പോയിട്ടുള്ളതായിരിക്കാം. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും കുറച്ച് ടൈമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ബിസിയൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ നമ്മൾ
നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ എത്തിയിട്ട് നമുക്ക് ഇന്ന സമയത്ത് സംസാരിക്കാം എന്നുള്ള രീതിയിലൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിങ്ങൾ മുന്നോട്ട് പോവുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. സംസാരിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഒക്കെ നല്ലൊരു ലിസണറായിട്ട് മാറുക. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് നമുക്ക് ദീർഘനാൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇനി അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ചെറിഷ് യുവർ മൊമെന്റ്സ് എന്നുള്ളതാണ്. അഥവാ നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ള ഒരുപാട് നിമിഷങ്ങളുണ്ടായിരിക്കും. ആ സന്തോഷമുള്ള നിമിഷങ്ങളിലൊക്കെ അവർ നമ്മുടെ തൊട്ടടുത്തുണ്ട് എന്നുള്ള ഫീൽ, അല്ലെങ്കിൽ അവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് എന്നുള്ള ആ ഒരു ഫീൽ വരണമെന്നുണ്ടെങ്കിൽ ഒരു വീഡിയോ കോളിൽ ഏർപ്പെട്ടുകൊണ്ട് നിങ്ങൾക്ക് പരസ്പരം സംസാരിച്ചുകൊണ്ട് ആ ഒരു ഹാപ്പിനെസ്സിൽ തുടരാവുന്നതാണ്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നിങ്ങളുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ഇവിടെ കേക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് വീഡിയോ കോളിൽ വന്നിട്ട് അവരും ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുന്ന ആ ഒരു ഫീലോട് കൂടിയിട്ട് തന്നെ ആ ഒരു പ്രോഗ്രാം എൻജോയ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് മറ്റു പല സന്ദർഭങ്ങളിലും ട്രൈ ചെയ്യാവുന്നതാണ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ രാവിലെ രണ്ടുപേരും എണീറ്റിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ രണ്ടുപേരും ഒരേ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിസ്കസ് ചെയ്തിട്ട് ആ ഒരേ സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന സമയത്ത് വീഡിയോ കോളിൽ വരിക. അവിടെ ഫുഡ് കഴിക്കുന്നത് ഇവിടെ കാണാൻ സാധിക്കുന്നു, ഇവിടെ ഫുഡ് കഴിക്കുന്നത് അവിടെ കാണാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ലഞ്ചിനാണെങ്കിലും അതുപോലെ നൈറ്റ് ആണെങ്കിലും. അപ്പോൾ ഇങ്ങനെ ഓരോ കൊച്ചു കൊച്ചു നിമിഷങ്ങളും എൻജോയ് ചെയ്യുക. അതുപോലെ തന്നെ ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിൽ എന്തെങ്കിലും മൂവി കാണുകയാണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഷോകൾ കാണുകയാണെങ്കിലൊക്കെ രണ്ടുപേരും ഒരേ ഷോ കാണുക, അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വീഡിയോ കോളിൽ ഏർപ്പെടുകയോ ചെയ്യുക. അങ്ങനെ എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ആ ഒരു ഫീലോട് കൂടിയിട്ട് ആ ഒരു ബന്ധം, ആ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ ആ ഒരു ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് ഒരുപാട് നാൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. മാത്രമല്ല ആ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ഇൻറ്റിമസി നമുക്ക് ക്രിയേറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവരിലോട്ട് മാക്സിമം ഷെയർ ചെയ്യുക. എൻ്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എനിവേ താങ്ക് യു സോ മച്ച്. നമസ്തേ.